ഞാനിപ്പോൾ കോട്ടയത്ത് ഒരു എക്സ്പോക്ക് വന്നതാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന ഈ വിഷയം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, പരമാവധി ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ള മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ്. നമ്മുടെ പരിചയത്തിലോ മറ്റോ ബുദ്ധിവികാസ വൈകല്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഫാമിലിക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ബുദ്ധിവികാസ വൈകല്യമുള്ള കുട്ടികളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ട് കേരള സാമൂഹിക നീതി വകുപ്പും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മനഃശാസ്ത്ര പഠന വകുപ്പും സംയുക്തമായിട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് CDMRP പദ്ധതി എന്ന് പറയുന്നത്. ഇത് ചെറിയ കുട്ടികൾ മുതൽ, അതായത് ജനിച്ച ചെറിയ കുട്ടി മുതൽ 18 വയസ്സായവർക്കും അതിന് മുകളിലുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഈ നടപ്പിലാക്കുന്നൊരു പദ്ധതിയാണ്. വളരെ ഉപകാരപ്പെടുന്നൊരു പദ്ധതി. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് അവരോട് നേരിട്ട് ചോദിച്ച് അവർ തന്നെ നിങ്ങളോട് പറയും. അപ്പോൾ ഈ വീഡിയോ പരമാവധി കാണുക. മറ്റുള്ളവരിലേക്ക് നിങ്ങൾ വീഡിയോ ആയിട്ടോ ഈ വിവരങ്ങൾ നിങ്ങൾ വാക്കുകൊണ്ടായിട്ടോ അവരെ അറിയിക്കുക. CDMRP കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈക്കോളജി വിഭാഗവും സാമൂഹ്യനീതി വിഭാഗവും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അവിടെ ബുദ്ധിവികാസ വൈകല്യമുള്ള കുട്ടികൾക്കും പിന്നെ പഠന വൈകല്യം, ഓട്ടിസം, ADHD, ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ആയിട്ടുള്ള മറ്റ് കണ്ടീഷനുകൾക്ക് കുട്ടികളെ മാനേജ്മെൻറ്റിന് വേണ്ടി വരാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അവിടെ 5 ഡിപ്പാർട്ട്മെൻറ്റ്സ് കൊളാബറേറ്റീവ്ലി പ്രവർത്തിക്കുന്നുണ്ട്. സൈക്കോളജി, ഫിസിയോതെറപ്പി, സ്പീച്ച് തെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് കുട്ടിയുടെ സമഗ്ര വികസനത്തിന് നമുക്ക് സഹായിക്കാം. അവിടെ നമുക്ക് അതിനേക്കാൾ കൂടുതൽ വരുന്നത് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ നമുക്കിപ്പോൾ അറിയാം, സ്കൂൾ കാലഘട്ടത്തിൽ അവർക്ക് സ്ക്രൈബുകൾ ഉണ്ടാവും, അതുപോലെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാരൻസ് ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ 18 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടി 18 വയസ്സിന് മുകളിലുള്ള ഈ ബുദ്ധിവികാസ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമും കൂടെ നമ്മൾ നടത്തുന്നുണ്ട്. വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു 50ഓളം കുട്ടികളെ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 ഇയർ കോഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. തികച്ചും സൗജന്യപരമായിട്ടാണ് നമ്മൾ ഈ കോഴ്സ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ 6 മാസം നമ്മൾ അവരുടെ പേഴ്സണൽ, അതായത് സ്വന്തമായിട്ട് അവർക്ക് ജീവിക്കാനും അവരുടെ സാമൂഹ്യ നിലവാരം മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യും. അവർക്ക് സ്വന്തമായിട്ട് ബസ്സിൽ വന്നു പോവുക, സ്വന്തമായിട്ട് അവരുടെ ഡ്രസ്സ് മാനേജ് ചെയ്യുക, പൈസ കൈകാര്യം ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ അവരെ 6 മാസത്തിൽ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളവരെ വീണ്ടും അവരെ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കും. അവർക്ക് ഏതൊക്കെ കഴിവുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഓരോരോ സ്പെഷ്യൽ കഴിവുകളുണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു എബിലിറ്റി കൂടുതലുണ്ടാവും. ഏതെങ്കിലും ഒരു കഴിവിൽ അവർക്കുള്ള എബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ആ എബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക ചെയ്യാം. അത് കണ്ടുപിടിച്ച് അതിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവർക്ക് മെച്ചപ്പെട്ട ഒരു ഏരിയയിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണുന്നത്. അവർക്ക് എന്തൊക്കെ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണെങ്കിലും എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ എബിലിറ്റി ഉണ്ട് എന്ന് നോക്കിയിട്ട് വേണം വൊക്കേഷണൽ ട്രെയിനിങ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എന്തൊക്കെ എബിലിറ്റീസിൽ ആർക്കൊക്കെ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ എന്തില്ലാന്ന് കണ്ടുപിടിക്കുന്നതിന് പകരം ഒരു കുട്ടിക്ക് എന്തൊക്കെ പറ്റും എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കിപ്പോൾ പലർക്കും അവൻ അത് ചെയ്യില്ല, ഇത് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ആരും നോക്കുന്നുണ്ടാവില്ല. അവനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വേറൊരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരു കഫേ പോലുള്ള സെറ്റപ്പിൽ വർക്ക് ചെയ്യാം. നമ്മുടെ CDMRPയിൽ തന്നെ എബിലിറ്റി കഫേ എന്നുള്ള രീതിയിൽ നമ്മളത് പ്രവർത്തിച്ച് വരുന്നുണ്ട്. അവിടെ കുട്ടികൾ വരുന്നവർക്ക് ചായ കൊടുക്കുന്നുണ്ട്, സ്നാക്സ് കൊടുക്കുന്നുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നുണ്ട്, അത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹോട്ടൽ ഏരിയകളിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്, ടൈപ്പിംഗ് മാത്രമായിട്ട് യൂസ് ചെയ്ത് പണിയെടുക്കുന്ന കുട്ടികളുണ്ട്, അതുപോലെ ഓഫീസ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികളുണ്ട്. ഇങ്ങനെ പല മേഖലയിൽ അവർക്ക് ഒരുപാട് മേഖലയിൽ ഒരു സാധനം മാത്രം പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാൻ പറ്റും. നല്ല രീതിയിൽ നമ്മളെക്കാളും ചിലപ്പോൾ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് ആ ഒരു കാര്യത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ കുട്ടികളെ വളർത്തുക ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം അവർക്ക് നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. ഏതെങ്കിലും സ്ഥാപനങ്ങൾ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീസിൽ തന്നെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബൾബ് ഡിസൈൻ ചെയ്യുക, കമ്പ്യൂട്ടറിൻ്റെ മെക്കാനിക്കൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റ്, അങ്ങനെയുള്ള രീതികളിൽ നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്നുണ്ട്.
വികസന വൈകല്യമുള്ള കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും ഏർലി ആയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അവരിലെ മൈൽ സ്റ്റോൺസ് എന്ന് പറയും, അതായത് അവർ ഓരോ മാസത്തിൽ അവർക്ക് കിട്ടേണ്ട കുറച്ച് കഴിവുകളുണ്ട്, അവർ പൂർത്തീകരിക്കേണ്ട കുറച്ച് ടാസ്കുകളുണ്ട്. ആ ടാസ്കുകൾ അവർക്ക് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഡിസബിലിറ്റിക്ക് ഉള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പേരൻസോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരോ അവരെ ഇത്തരത്തിലുള്ള ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും ഏറ്റവും വേഗത്തിൽ നമുക്ക് ഹെൽപ്പ് സീക്കാൻ വേണ്ടിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. CDMRP ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ആൻഡ് ഇവിടെ ഫിസിയോതെറപ്പി ഉണ്ട്, സ്പീച്ച് തെറപ്പി ഉണ്ട്, ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറയും, ആൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് സൈക്കോളജി, അതായത് അവരുടെ മോട്ടോർ ശരീരത്തിന് ചലനത്തിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്, അവരുടെ ആശയവിനിമയത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, പെരുമാറ്റ വൈകല്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അവരുടെ പഠന വൈകല്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. അങ്ങനെ അവർക്ക് ഏറ്റവും തുടക്കം തൊട്ട് നമുക്ക് മാക്സിമം ഹെൽപ്പ് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് നമുക്കറിയാം, ഇപ്പോൾ 18 വയസ്സിൻ്റെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ 1ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാൻ തുടങ്ങുന്നത് തൊട്ടാണ് പാരൻസ് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും കിട്ടാതാവുമ്പോഴാണ് പാരൻസ് ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങുക. എൻ്റെ കുട്ടിക്ക് ഇത് കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി പഠനത്തിൽ മോശമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് സ്വഭാവത്തിൽ എന്തോ വ്യത്യാസമുണ്ടല്ലോ. ഇത് വരുമ്പോൾ മാത്രമേ പാരൻസ് ശ്രദ്ധിക്കുള്ളൂ. അതും ചില പാരൻസ് അത് വളർന്നു കഴിഞ്ഞാൽ ശരിയാവും, അല്ലെങ്കിൽ 18 വയസ്സാകുമ്പോൾ അവൻ സംസാരിച്ചോളും, അല്ലെങ്കിൽ അവൻ കുറച്ച് കഴിഞ്ഞാൽ നടന്നോളും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുമെന്ന് പറഞ്ഞ് പലരും ഇതിനെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കാതെ വിടുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഏറ്റവും ബെറ്ററായിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു പ്രായം പറയുന്നത് 18 വയസ്സിന് മുമ്പ്, അല്ലെങ്കിൽ എത്രത്തോളം നേരത്തെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നോ അത്രത്തോളം നേരത്തെ നമുക്ക് അവർക്ക് അവരുടെ സ്വന്തം സ്വഭാവത്തിലാണെങ്കിലും ഈ പറയുന്ന പോലെ പഠനത്തിലാണെങ്കിലും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആദ്യം വരുന്നത് 1ാം ക്ലാസ്സിലത്തെ കുട്ടികളാണ്. 1ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് ഇപ്പോൾ നമുക്കറിയാം 1, 2 എന്നുള്ളത് എഴുതാൻ പറ്റും, ഓരോ അക്ഷരങ്ങൾ എഴുതാൻ പറ്റും, ABCD എന്നുള്ളത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ പറ്റാത്ത കുട്ടികൾ നമ്മൾ ബുദ്ധിമുട്ടായി കാണുകയും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും പാരൻസ് ചെയ്യണം. ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ അവർക്ക് 1 + 2 3 അല്ലെങ്കിൽ 4 + 5 9 അങ്ങനെയുള്ള 2 അക്ക സംഖ്യ വരുന്ന 11 + 11 22 അങ്ങനെയുള്ള 2 അക്ക സംഖ്യകളിലേക്കെങ്കിലും 4, 5 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എത്തണം. അപ്പോഴും എത്തിയിട്ടില്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സംസാരത്തിലുള്ളത്, ഇപ്പോൾ ചില കുട്ടികൾ വീട്ടിൽ മാത്രമേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ, അതും ഉമ്മയോടോ അച്ഛനോടോ ഗ്രാൻഡ് പാരൻസിനോടോ ആരെങ്കിലും ഒരാളോട് മാത്രം സംസാരിക്കുന്ന കുട്ടികളുണ്ടാവും. അതും ഒരു പ്രശ്നമായിട്ട് വരും. എപ്പോഴാണ് കുട്ടികൾ പുറത്ത് സ്കൂളിൽ സംസാരിക്കുന്നില്ല, കൂട്ടുകാരുകളോട് സംസാരിക്കുന്നില്ല, എന്തെങ്കിലും കല്യാണ പരിപാടികളോ അല്ലെങ്കിൽ വേറെ പുറത്തുള്ള പരിപാടികൾക്ക് പോയാൽ സംസാരിക്കുന്നില്ല, അപ്പോഴാവും നമ്മൾ മനസ്സിലാക്കുക ഈ കുട്ടി പുറത്തുള്ളവരുമായിട്ട് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ നമുക്ക് അതിനുള്ള ചികിത്സകൾ കൊടുക്കാൻ പറ്റും. പിന്നെ വരുന്നത് 9, 10 ക്ലാസ്സിലെ കുട്ടികൾക്കാണ്. ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എഴുതാനും വായിക്കാനും അല്ലെങ്കിൽ കണക്കിലും വരുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതിൻ്റെ പ്രശ്നം വരുന്നത് നേരത്തെ കൂട്ടി നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ടാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊന്നും ഈ കുട്ടികളെ നമ്മൾ പഠനത്തിൽ നമ്മൾ പാരൻസ് ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ 10ാം ക്ലാസ് വരെ എത്തി. 10ാം ക്ലാസ് പാസ്സാവണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് അവരുടെ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഏരിയയിൽ വരുന്ന കുട്ടികളെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇത് നേരത്തെ എത്രത്തോളം ചികിത്സകൾ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമുക്ക് അവരെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റും. CDMRPയിൽ വരുന്ന കുട്ടികളിൽ നമുക്ക് അവർക്ക് സ്വന്തമായിട്ട് അവർക്ക് നിർത്താനും അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും എന്നുള്ള ലെവലിലേക്ക് നമുക്ക് തെറാപ്പി കൊടുത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനിയും പറ്റും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.